ഹായ് ഹലോ എല്ലാവർക്കും ഔട്ട്ലുക്ക് ഗ്രൗണ്ടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് സ്ട്രെയിൻ എങ്ങനെ അവരിൽ നിന്ന് ഇല്ലാതെയാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതും കൂടി സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഓൺലൈൻ ക്ലാസ് ഒക്കെ തകർത്ത് നടക്കുന്ന ടൈമാണല്ലോ ഇപ്പോൾ. അമ്മമാർക്കായാലും കുട്ടികൾക്കായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്തരം രീതിയിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതൽ അധ്യാപകർ ചെയ്യുന്ന ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ആർക്കാണ്? മാതാപിതാക്കളായ നിങ്ങൾക്കാണ്. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ, എക്സ്പെഷ്യലി നമ്മുടെ കുഞ്ഞു മാമന്മാർ വരെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലായിരിക്കും. അതുമൂലം തന്നെ അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ആരോഗ്യപരമായും മാനസികപരമായും നേരിടേണ്ടതായിട്ട് വരുന്നു. അതായത് കുറേ നേരം അവർ മൊബൈലിൻ്റെ മുമ്പിൽ ലാപ്ടോപ്പിൻ്റെ മുമ്പിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ഐ ഇറിറ്റേഷൻസ് പോലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനായിട്ട് കുറേ ഗ്ലാസസ് ഇന്ന് അവൈലബിൾ ആണ്. ഗ്ലാസസിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആൻറ്റി ഗ്ലെയറിംഗ് ഗ്ലാസസ് ആണ്. ഇത് നമ്മളുടെ കണ്ണിനെ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും ബ്ലൂ റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ കണ്ണിന് ഡ്രൈനെസ് വരാതിരിക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് ധാരാളം വെള്ളം കുടിപ്പിക്കുക. അതുപോലെ ഐ എക്സസൈസ് ചെയ്യാൻ പറയുക. അതായത് കണ്ണ് ചിമ്മുക, കണ്ണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാൻ പറയുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കണ്ണിന്റെ ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനും കണ്ണിനുണ്ടാകുന്ന സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ കംഫോർട്ടബിൾ ലെവലിലേക്ക് മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കണം. അതായത് ലാപ്ടോപ്പിൻ്റെ ആയാലും മൊബൈൽ ഫോണിൻ്റെ ആയാലും ഒരു മിനിമം ലെവൽ വിട്ട് ബ്രൈറ്റ്നസ് കൂട്ടാൻ പാടില്ല. അടുത്തതായി കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു പ്രോബ്ലമാണ്, അവർ സ്കൂളിൽ പോകുന്ന ടൈം ആയിരുന്നെങ്കിൽ അവർ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുകയും അതുവഴി ബോഡി മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്തേനെ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചലനവും ഇല്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുമൂലം അവരുടെ ബോഡി ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടി ഒത്തിരി മാർഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെഡിറ്റേഷൻ പോലുള്ള യോഗകൾ, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്. അതുമാത്രം പോരാ, വിറ്റാമിൻസ് അടങ്ങിയ നല്ല ഫുഡുകൾ വേണം കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഫാറ്റ്സ് കൂടുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇലക്കറികളൊക്കെ മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അവരുടെ ആരോഗ്യത്തിന് അതൊക്കെ ബെസ്റ്റ് വൺ തന്നെയാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് മടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ പോലെ ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ട് അമ്മമാര് കുട്ടികളെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഇൻഡോർ ഗെയിംസ് കളിപ്പിക്കുക. അതുവഴി ബോഡി ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുകയും മെന്റലി കുട്ടികൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഈ വീഡിയോനെ കുറിച്ചുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കാണിക്കുകയും ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബൈ.